വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത്തെയും പോലെ തന്നെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പൊന്നൂസിനെ റെഡിയാക്കാനുള്ളതാണ് കേട്ടോ. രാവിലെ എണീറ്റ് മുഖമൊക്കെ കഴുകി കൊടുത്തു. ഒരു 3-4 പല്ലക്കേനെ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ പല്ലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് തലയിൽ എണ്ണ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം വിളിച്ചു, അടുത്ത് വന്നേയില്ല. ക്യാമറ ഓണാക്കി വെച്ചത് വേഗം എത്തിട്ടോ. പക്ഷെ അത് വേഗം പോയിട്ട് ഓഫാക്കാൻ നോക്കുകയാണ്. അതാണ് ഇങ്ങനെ ഓടി ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പിടിച്ചിട്ട് നിൽക്കണില്ല. അപ്പോൾ ഈ കുളിപ്പിക്കൽ, ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കൽ, അങ്ങനെ ഫുഡ് കൊടുക്കലൊക്കെ വലിയൊരു പണി തന്നെയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ വിളിച്ചാൽ വരില്ല, പിന്നെ എന്തെങ്കിലും കാണിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയതായിരുന്നു കേട്ടോ, ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഏകദേശം ഒത്തിരി മടക്കി വെച്ചു, അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കണം. പിന്നെ എൻ്റെ തലയൊക്കെ ചീവിയിട്ട് എണ്ണയൊക്കെ തേച്ചായിരുന്നു. അപ്പോഴേക്കും എൻ്റെ കയ്യിലുള്ള ചീർപ്പൊക്കെ വാങ്ങി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ട് നല്ല വെയിലാണ്, നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ എന്നത്തെയും പോലെ തന്നെ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അലക്കി കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ പൊന്നൂസ് വന്നിട്ട് നല്ല ഉറക്കണം. അത് താഴത്തെ റൂമാണ് കേട്ടോ. താഴത്തെ റൂമിൽ കിടത്തിയിട്ടാണ് ഉറക്കുകയായിരുന്നത്. എനിക്ക് അലക്കാനും കുറച്ച് പണിയൊക്കെ ഉള്ളതുകൊണ്ട് താഴത്തെ റൂമിൽ കിടത്തി. ഈ കുറേ നേരമായി ഈ ജനലിൻ്റെ അടുത്ത് വന്നിട്ട് ഈ കുരുവി ഈ ജനലിൽ വന്നിങ്ങനെ തട്ടിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. എന്താ കണ്ടോ, വെറുതെ തട്ട്. പക്ഷെ ആ സൗണ്ട് കേട്ടിട്ടൊന്നും ആൾ എണീക്കുന്നില്ല. 2 മണിക്കൂറായി ഉറങ്ങാൻ തുടങ്ങിയിട്ട്. ഞാൻ എണീപ്പിച്ച് വിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുക. അപ്പോൾ പിന്നെ ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചു കേട്ടോ. പിന്നെ ഇന്ന് നല്ല വെയിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് തുണിയൊക്കെ ഞാൻ പുറത്ത് അലക്കി തോരാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം കേട്ടോ. വഴി എന്ന് പറഞ്ഞാൽ ചെറിയൊരു റോഡാണ്. ഒരു എന്താ കണ്ടോ, ഇത് ഈ 2 വഴി കൂടെയും പോയ മെയിൻ റോഡ് എത്തണ്ടോ. അപ്പോൾ പിന്നെ ഇതിന് വെയിലൊക്കെ കണ്ടപ്പോൾ വിറകൊക്കെ എടുത്ത് വെയിലത്തിട്ടു. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് PSC പഠിക്കാമെന്ന് വെച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ബുക്സൊക്കെ എടുത്ത് കണ്ടോ. ഒരേ കളിയാണ്. അമ്മ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേഗം വന്ന് പറിച്ചെടുത്തിട്ട് പോയതാണ്. അതിനെന്തൊക്കെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഹായ് പറയും, ഹായ് എന്ന് പറയും, വലിക്കനെ പറയും, ഹായ് പറയും. അതിനെടുത്ത് ചുരുട്ടി ഇങ്ങനെ ഓരോന്നൊന്നും ചെയ്യണം. പക്ഷെ കീർച്ച് കളയാറൊന്നുമില്ല, ഇങ്ങനെ ചുരുട്ടിക്കൊണ്ടിരിക്കും അതിനെ. ഫോൺ ഓണാക്കുക, ഫോൺ എടുത്ത് വരണം വെച്ചാൽ വേഗം വരും. എന്നിട്ട് കാർട്ടൂൺ വയ്ക്കാൻ പറയും. 1-2 വട്ടം കാർട്ടൂൺ വെച്ച് കൊടുത്താൽ പിന്നെ അത് ശീലമായി മാറും. അതാണ് അവസ്ഥ. അപ്പോൾ കാർട്ടൂണൊക്കെ വെച്ച് കൊടുക്കാറൊക്കെ ഉണ്ട്. എന്നാലും അല്ല, നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾ വേഗം എത്തും, എവിടെയാണെങ്കിലും എത്തും. ഡി ഫാൻ എവിടെ, ഫാൻ? ആ, കൂളർ എവിടെ, കൂളർ? അലമാര എവിടെ? ഉണ്ണിൻ്റെ സൈക്കിൾ എവിടെ, സൈക്കിള്? ആ, ഫോട്ടോ എവിടെ, ഫോട്ടോ? ആ, ഈ റൂമിനകത്തുള്ള ഏകദേശം എല്ലാ ആൾക്കും അറിയാം കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ എല്ലാ ആൾക്കും അറിയും. ഓഫാക്കണ്ട.